ഹായ്, ഞാൻ ഷിഫ മറിയ. ഇന്ന് ഒരു ലൈവ് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇതിന് ജീവനുണ്ട്. ഈ ഡ്രീം ക്യാച്ചർ വളരും. അതായത് ഇത് സ്പാനിഷ് മോസ് ആണ്. സ്പാനിഷ് മോസ് വെച്ചിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പാനിഷ് മോസ് വെച്ചിട്ട് ജെല്ലി ഫിഷ് ആണ് അന്ന് ചെയ്തത്. ഇന്നൊരു ഡ്രീം ക്യാച്ചറാണ്. ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കൾച്ചറാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വെബ് ഉണ്ടായിരിക്കും, ഇതിന് നടുവിൽ ഒരു റിങ്ങിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ജനലിൻ്റെ അടുത്ത് തൂക്കുമ്പോൾ അതിലൂടെ നല്ല ഡ്രീം മാത്രം ഫിൽറ്റർ ചെയ്ത് വരും എന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡെക്കോർ പീസായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡ്രീം ക്യാച്ചർ സാധാരണ ഇപ്പോൾ ഓട്ടോയിലും ബസ്സിലും കാറിലും ഒക്കെ എല്ലാവരും തൂക്കിയിടുന്നതൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു വിശ്വാസം. ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നില്ലേ, സ്വപ്നത്തിനെ ക്യാച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലൈവ് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാം. അതിന് നമ്മൾ സ്പാനിഷ് മോസ് ഉപയോഗിക്കുന്നു. സ്പാനിഷ് മോസ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും, ആമസോണിൽ കിട്ടും. പിന്നെ ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്താൽ മതി. ഓൺലൈനായിട്ട് ഒരുപാട് സോഴ്സ് ഉണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇല്ലെങ്കിൽ നഴ്സറികളിലും ഒന്ന് പോയി നോക്കിയാൽ മതി, നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇതൊരു പുതിയൊരു ഐഡിയ ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. സ്പാനിഷ് മോസ് വെച്ചിട്ട് സെക്കുലൻസ് വെച്ചിട്ട് ഒക്കെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കും. നമ്മളൊന്നും കൂടി നാച്ചുറൽ ആവുക, അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്കൊരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് നമ്മളൊരു മുളയാണ് എടുത്തിട്ടുള്ളത്. ഡ്രീം ക്യാച്ചർ വാങ്ങുന്ന റിങ് അതൊരു മെറ്റൽ റിങ് ആണ്. അത് നമുക്ക് ഫാൻസി സ്റ്റോറിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റ് സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്നും എടുക്കാതെ നമ്മൾ ഇപ്പോൾ മുള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മരത്തിൻ്റെ ചില്ലകളും ഉപയോഗിക്കാം. മുള ഇങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ചൂടാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ട അത്രയും റൗണ്ടിൽ വളച്ചെടുക്കാം. എനിക്ക് അധികം വേണ്ട. അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയാൽ ഇത്രയൊക്കെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇനി നമ്മൾ ഇവിടെ കെട്ടണം. ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ആരുടെയെങ്കിലും ഹെൽപ്പ് എനിക്ക് വേണം. കമോൺ, ആരെങ്കിലും ഒരു. അപ്പോൾ ഇങ്ങനൊരു റിങ്ങായി. ഇതൊരു പെർഫെക്റ്റ് റൗണ്ടൊന്നുമല്ല. അത്ര മുള കുറച്ച് കട്ടി ഉണ്ടായത് കാരണം അത്ര കൃത്യമായിട്ടുള്ള വട്ടമൊന്നുമല്ല. പക്ഷേ ഇത് അങ്ങനെ ഒരു നാച്ചുറലി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്ന തെറ്റുകളാണ്. തെറ്റെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ അത്ര പെർഫെക്റ്റ് അല്ല, അത്രയേ ഉള്ളൂ. ഇത് ഒരു ചെടിയുടെ വിത്താണ്. ശരിക്കും മുത്ത് പോലെ നടുവിലൊരു ഹോളൊക്കെ ഉണ്ട്. മലയാളത്തിൽ പൂച്ചമുത്ത് എന്ന് പറയും, ഇംഗ്ലീഷിൽ ജോബ്സ് ടിയേഴ്സ്, പിന്നെ ബൊട്ടാണിക്കൽ നെയിം കോയിക്സ് ലാക്രൈമ ജോബി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേരെനിക്ക് പറഞ്ഞു തന്നത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയായിട്ടുള്ള ശ്രീലക്ഷ്മി മാം, ട്രിവാൻഡ്രം MG കോളേജിലെ ബോട്ടണിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം ആയി കഴിഞ്ഞു. ഇതിൻ്റെ വെബ് ഉണ്ടാക്കുന്നത് ഞാൻ കറക്റ്റ് കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഇത് അത്ര റൗണ്ടൊന്നും അല്ല. അപ്പോൾ പിന്നെ കുറേ ഇംപെർഫെക്ഷൻസും പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെ വീഡിയോ നോക്കിയിട്ടാണ് ഇത് ചെയ്തതൊക്കെ. എപ്പോഴും ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലും ഇതൊക്കെ ഈക്വൽ ആയിട്ടുള്ള മെഷർമെൻറ്റിലൊക്കെ ചെയ്യും. അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ഒന്നും ഞാനിവിടെ ചെയ്യാത്തതുകൊണ്ട് വെറുതെ കാണിച്ചു. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വീഡിയോസ് ഉണ്ട് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം നമുക്ക്. നമ്മളിവിടെ ലൈവ് ഡ്രീം ക്യാച്ചറായിട്ട് ഇതിൻ്റെ അപ്പോൾ മെയിൻ പാർട്ട് വരുന്നത് സ്പാനിഷ് മോസാണ്. ഇനി ശരിക്കും ഡ്രീം ക്യാച്ചർ കംപ്ലീറ്റ് ആവാൻ ഇങ്ങോട്ട് കുറേ തൂവലും പിന്നെ മുത്തുകളും ഒക്കെ തൂക്കിയിടും. അപ്പോൾ അതിന് പകരം നമ്മൾ തൂക്കിയിടുന്നത് സ്പാനിഷ് മോസാണ്. അപ്പോൾ ഒരു കമ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽ ആയാൽ ഈ സ്പാനിഷ് മോസ് അതിൽ ഡയറക്റ്റായിട്ട് തൊട്ട് നിൽക്കുമ്പോൾ അതിൽ തൂക്കിയിടുമ്പോൾ അവിടെ കേട് വന്നു പോകും എന്നാണ് എൻ്റെ അടുത്ത് ഞാനിത് വാങ്ങിക്കുമ്പോൾ നഴ്സറിയിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെയുള്ള ഒന്നും ഉപയോഗിക്കാതെ, ഇത് ഈ മുള തന്നെയാണല്ലോ,
അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിടാം. കുറേയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ തൂക്കിയിടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സ്പാനിഷ് മോസിൻ്റെ കെയർ കൂടി പറയാം. അപ്പോൾ ആദ്യമായിട്ട് സ്പാനിഷ് മോസ് അല്ലെങ്കിൽ എയർ പ്ലാന്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അത് കേടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ സാധാരണ ചെടികളൊന്നും പോലെയല്ല, കുറച്ച് പോർഷൻ തന്നെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെ കെയർ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് കെയർ ചെയ്യുമ്പോഴാണ് കേടുവന്ന് പോകുന്നത്. നമ്മൾ പുറത്ത് വെക്കുക, ഒരകത്തൊരു അടച്ചിട്ട റൂമിലൊന്നും വെക്കാതിരിക്കുക, ഇൻഡോർ ആയിട്ട് വെക്കാതിരിക്കുക. അതിനിപ്പോൾ ജനലിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അത് അത്ര സുഖകരമായിരിക്കില്ല. അതുകൊണ്ട് പുറത്തോ ബാൽക്കണിയിലോ ഒക്കെ തൂക്കിയിടുക. ഡയറക്റ്റായിട്ട് കരിയുന്ന രീതിയിലുള്ള വെളിച്ചം, വെയിൽ കൊള്ളുന്നിടത്തും ആയിരിക്കരുത്. പിന്നെ മഴയൊക്കെ കൊണ്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടുള്ള മഴയൊക്കെ കൊള്ളാം. പിന്നെ ആഴ്ചയിലൊരിക്കലൊക്കെ നനച്ചു കൊടുക്കാം, ചൂടുകാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇതിനിപ്പോൾ ജീവൻ ഉണ്ടോ അതോ ചത്തുപോയോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. ഞാൻ ആദ്യം വാങ്ങിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ, ഇത് വളരുന്നുണ്ടോ അതോ ഇത് കേട് വന്നു പോയോന്ന് അറിയില്ല. ഇതങ്ങനെ ഒരു ഗ്രീൻ കളറൊന്നുമല്ല. അപ്പോൾ കേട് വരുന്നുണ്ടെങ്കിൽ അവിടെ കറുക്കും, അതായത് കരിഞ്ഞു പോവും, എന്നിട്ട് ഇങ്ങനെ പൊടിയും. അപ്പോൾ അതാണ് കേട് വന്നു എന്ന് ഉള്ളതിൻ്റെ ഉറപ്പ്. കേട് വന്നു തീരുമാനിക്കുന്നത് അപ്പോഴാണ്. കേട് വന്നിട്ടില്ലെങ്കിൽ ഇതിനൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ, നമ്മൾ വെള്ളം അതിൽ സ്പ്രേ ചെയ്യുമ്പോൾ അതിനൊരു നേരിയൊരു പച്ച കളറായിട്ട് അതിങ്ങനെ വരും. അപ്പോൾ അതിന് ജീവനുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ അത്ര മാത്രമേ നമ്മൾ കെയർ ചെയ്യാനുള്ളൂ. കൂടുതൽ വെള്ളം, ചിലരൊക്കെ ഇതിന് കുറേ സമയം വെള്ളത്തിൽ മുക്കി വെക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. വെറുതെ എപ്പോഴെങ്കിലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും, അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ പുറത്തിങ്ങനെ ഉണ്ടാവും. ഒരു വർഷമായി ഇപ്പോൾ ഞാൻ വളർത്തി, 1 വർഷത്തിലധികമായി. അപ്പോൾ അധികം ഒരു ഭയങ്കര ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ള സാധനമൊന്നുമല്ല, മെല്ലെ മെല്ലെ തന്നെയാണ് വളരുന്നത്. അപ്പോൾ എൻ്റെ ലൈവ് ഡ്രീം ക്യാച്ചർ, ജീവനുള്ള വളരുന്ന ഡ്രീം ക്യാച്ചർ ഇങ്ങനെയാണ് അവസാനമായി വന്നത്. അത്ര പെർഫെക്റ്റ് റൗണ്ട് ഒന്നുമല്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൽ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടിയുണ്ട്. അത്ര ഫാൻസി അല്ലെങ്കിലും ജൂട്ട്, പിന്നെ ഈ മുത്ത്, സ്പാനിഷ് മോസ്, മുള, അത് മാത്രമൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഏതെങ്കിലും പ്ലാന്റൊക്കെ ഇതിന് പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ് ഉപയോഗിച്ചിട്ട് വേറെ ഐഡിയകളൊക്കെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.